ഹോണ്ടഡ് ഹൗസ്, പ്രേതഭവനം. വീട് ചിലർക്കത് സ്നേഹത്തിന്റെ ആലയമാണ്, ചിലർക്ക് സ്വർഗമാണ്. ഒരാൾ വീട്ടിലെത്തുമ്പോഴാണ് അയാളുടെ സങ്കടവും ക്ഷീണവും എല്ലാം മാറ്റുന്നത്. ഒരു മനുഷ്യന്റെ സുരക്ഷിതത്വമാണ് വീട്. പക്ഷേ നിങ്ങളുടെ വീട്ടിലൊരു പ്രേതമുണ്ടെന്നറിഞ്ഞാൽ, അത് നിങ്ങളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നറിഞ്ഞാൽ, അപ്പോൾ ആ വീട്ടിൽ സ്വസ്ഥമായി താമസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? സാധിക്കില്ല. വിക്രമും കുടുംബവും ആദ്യമായി നഗരത്തിലേക്ക് ഗ്രാമത്തിൽ നിന്ന് താമസം മാറി. വലിയ വില കൊടുക്കാതെ തന്നെ അവർ അവരുടെ ഡ്രീം ഹോം സ്വന്തമാക്കി. സാറേ, നിങ്ങൾക്ക് ഈ വീട് ഓൾമോസ്റ്റ് വെറുതെ കിട്ടിയതാണെന്ന് തന്നെ പറയാം. നിങ്ങൾ സത്യസന്ധനായതുകൊണ്ടാണ് ഞാൻ ഈ വീട് ഈ വിലയ്ക്ക് തരുന്നത്. ഈ വീട് കാണാനേ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ദീപക് ചേട്ടാ, ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഈ വീട് വിൽക്കാനുള്ള കാരണം എന്താണ്? ഈ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതിന് വലിയ കാരണമൊന്നും ഇല്ലെന്നേ. ഞാൻ എൻ്റെ ബിസിനസ്സേ വേറൊരു സിറ്റിയിലേക്ക് മാറ്റി. പിന്നെ ഇവിടെ ഒന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാ ഈ വീട് വിൽക്കാന്നുള്ള തീരുമാനത്തിലെത്തിയത്. ദീപക് വിക്രമിനെ കൺവിൻസ് ചെയ്ത് ആ വീട് വാങ്ങിപ്പിച്ചു. വിക്രമും ഭാര്യയും പുതിയ വീട് കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അവരുടെ സന്തോഷം അധിക ദിവസം നിലനിന്നില്ല. വിക്രമിന് ഒരു കുഞ്ഞു മോളുണ്ടായിരുന്നു. അവളുടെ പേര് താന്യ. സ്വന്തമായി വലിയൊരു വീട് എന്നൊരു സ്വപ്നം സഫലമായതിന്റെ സന്തോഷത്തിൽ വിക്രം ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്തു. വിക്രം, ഇത് വീടാണോ കൊട്ടാരമാണോടോ? ഇത്രയും വലിയ വീട് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ ഇമ്പോസിബിൾ. തനിക്ക് വിറ്റ ആൾക്ക് തലയ്ക്ക് സുഖമില്ല. എടോ, ഇങ്ങനെയും ചിന്തിച്ചൂടെ? ഈ വീട് എനിക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. വിക്രം കൊടുത്ത പാർട്ടി സുഹൃത്തുക്കൾ ആഘോഷമാക്കി. പാർട്ടിക്ക് ശേഷം വിക്രം എല്ലാവർക്കും ഒരു ഹോം ടൂർ കൊടുത്തു. അങ്ങനെ അവര് ബേസ്മെന്റിലെത്തി. അവിടെ വർഷങ്ങളായി പൂട്ടിയിട്ടിരിക്കുന്ന മുറിയുടെ മുമ്പിലെത്തി. അതിന്റെ വാതിലിന്റെ മുകളിൽ ഒരു വധുവിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. മാറാലയും പൊടിയും പിടിച്ചിരുന്ന ഫോട്ടോ വർഷങ്ങളുടെ പഴക്കം തോന്നിപ്പിച്ചു. ഇത് കണ്ടൊരു സുഹൃത്ത് പറഞ്ഞു, വിക്രം, ഈ വീട് മുഴുവൻ പുതിയതായി തിളങ്ങുന്നുണ്ട്. പക്ഷെ ഈ മുറി മാത്രം എന്താ ഇത്ര പഴയതായി തോന്നുന്നത്? നീ എപ്പോഴെങ്കിലും ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കണ്ടിട്ടൊരു മിസ്റ്റീരിയസ് വൈബ് ഉണ്ട്. ഏതെങ്കിലും പണ്ടത്തെ മഹാറാണിമാര് സ്വർണം സൂക്ഷിക്കുന്ന മുറിയായിരുന്നോ ഇത്? അങ്ങനെയൊന്നും അല്ലടോ. ഇതിന്റെ ചാവി ഇപ്പോഴും ബ്രോക്കറുടെ അടുത്ത് തന്നെയാ. അയാളുടെ കുറെ സാധനങ്ങളുണ്ടത്രേ. ഈ ഫോട്ടോനെ കുറിച്ച് എനിക്കറിയില്ല. അവന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഉച്ചത്തിൽ ചിരിച്ചു. പിന്നെ അവിടെ നിന്ന് പോയി. പാർട്ടി കഴിഞ്ഞതും എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. സുഹൃത്തുക്കളെ പറഞ്ഞയച്ച ശേഷം വിക്രം ഉറങ്ങാൻ പോയി. പാർട്ടി കഴിഞ്ഞ ശേഷം വിക്രമിന്റെ ഭാര്യ വീട് വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും രാത്രി 1 മണിയായി. അവൾ തൂത്തുവാരിയ കുപ്പകളെല്ലാം ഒരു ചാക്കിൽ കെട്ടിവെച്ച് അവൾ ഇങ്ങനെ പറഞ്ഞു, ഒരുപാട് വൈകി. ഇനി എന്ത് ചെയ്യും? ഈ കുപ്പ ബേസ്മെന്റിൽ കൊണ്ടുവച്ചാലോ? നാളെ രാവിലെ കളയാം. അത് തന്നെയാണ് ശരി. അവിടെ തന്നെ കൊണ്ടുവയ്ക്കാം. സുലേഖ വേസ്റ്റ് എല്ലാം എടുത്ത് ബേസ്മെന്റിലേക്ക് നടന്നു. അവൾ ബേസ്മെന്റിൽ വേസ്റ്റ് വെച്ച നിമിഷം തന്നെ ഒരു ഭയാനകമായ അശരീരി കേട്ടു. എടീ വൃത്തികെട്ടവളെ, ആ കുപ്പ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? എന്ത്? ഞാൻ എന്തെങ്കിലും ശബ്ദം കേട്ടോ? അല്ല, ക്ഷീണം കൊണ്ട് അങ്ങനെ തോന്നുന്നായിരിക്കോ? സുലേഖ അതൊരു ഭ്രമമാണെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോയി. പിറ്റേ ദിവസം വിക്രം പതിവ് പോലെ ജോലിക്ക് പോയി. സുലേഖയും താന്യയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. കളിച്ചുകൊണ്ടിരുന്ന താന്യ ബേസ്മെന്റിലേക്ക് പോയി. പിന്നെ അവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി. കുറെ നേരത്തിന് ശേഷം താന്യയെ കാണാതെ സുലേഖ അവളെ അന്വേഷിക്കാൻ തുടങ്ങി. വീട് മുഴുവൻ തെരഞ്ഞ് ബേസ്മെന്റിലെത്തിയ സുലേഖ താന്യ ആരോടോ സംസാരിച്ചോണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. നിങ്ങളും ഇവിടെയാണ് താമസിക്കുന്നത് ആന്റി? ഞാൻ ദിവസവും നിങ്ങളുടെ മോളുടെ കൂടെ കളിക്കാൻ ഇവിടെ വരാം. അവിടെ വന്ന് ഇത് കണ്ട സുലേഖ മോളോട്, മോളെ, നീ ആരോടാണ് സംസാരിക്കുന്നത്? ഇവിടെയൊന്നും ആരും കാണാനില്ലല്ലോ. മമ്മി, ഞാൻ ഇവരോടാണ് സംസാരിക്കുന്നത്. ഇവരെന്റെ പുതിയ സുഹൃത്താണ്. സുലേഖ പെട്ടെന്നൊന്ന് ഭയന്നു. ആരോടാണ് താന്യ സംസാരിച്ചു കൊണ്ടിരുന്നത്? ഇങ്ങനെ ചിന്തിച്ചെങ്കിലും അവൾ ഇത് ഗൗരവമായി എടുത്തില്ല. ദിവസങ്ങൾ ചെല്ലുന്തോറും
താനിയ ബേസ്മെന്റിൽ പോകുന്നതും മണിക്കൂറുകളോളം ആരോടോ സംസാരിക്കുന്നതും നിത്യപതിവായി. ഇതെല്ലാം കണ്ട ശേഷം ഈ വീട്ടിന് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് സുലേഖയ്ക്ക് തോന്നി തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെ സുലേഖ വിക്രമിനോട് പറഞ്ഞു. അപ്പോൾ വിക്രം അവളോട്, എന്താ സുലേഖ, നീയും കുട്ടികളെ പോലെ ആയോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. വിക്രം സുലേഖയുടെ വാക്കുകളെ വിലക്കെടുത്തില്ല. അയാളുടെ കാര്യം നോക്കിപ്പോയി. ഒരു രാത്രിയിൽ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ വിക്രം താനിയെ കട്ടിലിൽ കണ്ടില്ല. സുലേഖ നല്ല ഉറക്കത്തിലായിരുന്നു. വിക്രം താനിയെ തേടാൻ പോയി. വീട് മുഴുവൻ തേടിയും താനിയെ കണ്ടില്ല. അതുകൊണ്ട് അവൻ ബേസ്മെന്റിലേക്ക് പോയി. അപ്പോൾ ആ പൂട്ടിയിട്ടിരിക്കുന്ന മുറി തുറന്നിരിക്കുന്നത് കണ്ടു. ആ വാതിലിന്റെ മുകളിലുള്ള ഫോട്ടോവും കാണാനില്ല. ആ മുറിയിൽ ആരോ കരയുന്നുണ്ടായിരുന്നു. ഹൃദയഭേദകമായിരുന്നു ആ കരച്ചിൽ. ആ ശബ്ദം താനിയുടേതായിരുന്നില്ല. പീഡനത്തിന് ഇരയായ ഒരു സ്ത്രീയുടെ ദുഃഖവും വേദനയും ഉണ്ടായിരുന്നു ആ കരച്ചിൽ. വിക്രം ധൈര്യം സംഭരിച്ച് ആ മുറിയിലേക്ക് എത്തി നോക്കി. അവിടെ കണ്ട കാഴ്ച അയാളെ സ്തംഭിപ്പിച്ചു. താന്യ ഒരു വധുവിന്റെ വേഷത്തിൽ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട വിക്രം പരിഭ്രാന്തനായി. പുറം തിരിഞ്ഞിരുന്ന് ആരോടോ സംസാരിക്കുകയായിരുന്നു അവൾ. അച്ഛാ, എനിക്ക് തരുണിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവനെ മാത്രമേ കല്യാണം കഴിക്കൂ. തരുണില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അമ്മേ, അച്ഛനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുമേ. ചേട്ടനും ഇത് പറഞ്ഞ് എന്നെ ഒരുപാട് ഉപദ്രവിച്ചുമേ. ചേച്ചി എന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിന് തീർച്ച. ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ടിരുന്ന താനിയെ കണ്ട വിക്രം തരിച്ചു നിന്നുപോയി. താന്യ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം മാറ്റിക്കൊണ്ടേയിരുന്നു. താന്യ 5 വയസ്സ് കുട്ടിയാണ്. പക്ഷേ അവളുടെ ശബ്ദം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെയായിരുന്നു. ഞെട്ടലിൽ നിന്ന് പുറത്തു വന്ന വിക്രം ആലോചിച്ചു, താന്യ എങ്ങനെ ഈ വേഷത്തിൽ മാറി? വിക്രം പെട്ടെന്ന് തന്നെ താനിയുടെ അടുത്തേക്ക് പോയി. അപ്പൊ താനിയ കരയാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, എന്തിനാ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഓടിച്ചത്? അച്ഛൻ ചീത്തയാ. മോളെ, ഫ്രണ്ടോ? ഇവിടെ ആരും ഇല്ലല്ലോ. ഈ വാതിലാരാ തുറന്നത്? നിനക്ക് ആരായി ഡ്രസ് ഇട്ട് തന്നത്? അച്ഛാ, ഈ ഡ്രസ് അക്കബോർഡിൽ നിർത്തി മായാണ്ടിയാണ് എനിക്ക് ഇട്ട് തന്നത്. മകൾ പറയുന്നതൊക്കെ കേട്ട വിക്രം പേടിച്ച് വിറച്ചുപോയി. പെട്ടെന്ന് തന്നെ താനിയെ എടുത്തുകൊണ്ട് പുറത്തേക്ക് കടന്നു. അപ്പോൾ അയാളുടെ കണ്ണുകൾ ചുമരിലുണ്ടായിരുന്ന ഫോട്ടോയിൽ പതിഞ്ഞു. ഇത് കണ്ട വിക്രമിന്റെ ഹൃദയം മിടിപ്പ് കൂടി. ആ ഫോട്ടോയിലെ കണ്ണിൽ നിന്നും ചോര ഒലിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട വിക്രം പേടിച്ചു വിറച്ചു. പെട്ടെന്ന് തന്നെ ബേസ്മെന്റ് പൂട്ടി ബെഡ്റൂമിലേക്ക് പോയി സുലേഖയെ ഉണർത്തി ബേസ്മെന്റിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ശരിയാ, ഞാനും ഒരു ദിവസം താനിയ ആരോടോ സംസാരിക്കുന്നത് കണ്ടു. അവൾ കളിക്കാൻ എന്ന പേരിൽ എപ്പോഴും ബേസ്മെന്റിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഈ വീട്ടിൽ പ്രേതമുണ്ടെന്നാണ് വിക്രം. അല്ലെങ്കിൽ നമ്മുടെ മോൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം. വിക്രം, നാളെ തന്നെ നമുക്ക് അവളെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം. പിറ്റേ ദിവസം തന്നെ താനിയെ വിക്രം ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങൾ വിശദീകരിച്ചു. നോക്കൂ മിസ്റ്റർ, ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള ബിഹേവിയർ എല്ലാം ചിലർക്ക് ഉണ്ടാവാറുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ മോളെ ഒരു 2 hours ഒബ്സർവേഷനിൽ വെക്കാൻ പോകുകയാണ്. 2 മണിക്കൂറിന് ശേഷം താനിയെ കൊണ്ടുപോകാൻ വരൂ. അപ്പോൾ വിശദമായി സംസാരിക്കാം. ഓക്കെ, സീ യു. വിക്രമും ഭാര്യയും താനിയെ അവിടെയാക്കി വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നെ ഡോക്ടർ തെറപ്പി സെഷൻ തുടങ്ങി. മോളെ താന്യ, മോളിപ്പോ ഉറങ്ങാൻ പോകുകയാണ്. താന്യ മോൾ ഉറങ്ങിക്കഴിഞ്ഞു. താന്യ ഇപ്പോ നല്ല ഉറക്കത്തിലാണ്. അതെ അങ്കിൾ, എനിക്ക് വല്ലാതെ ഉറക്കം വന്നു. മോളുറങ്ങി. താന്യ ആഴ്ന്ന ഉറക്കത്തിലായിരുന്നു. ഡോക്ടർ വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് താന്യയോട് സംസാരിക്കാൻ തുടങ്ങി. പറയൂ മോളെ, മോളിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? മോള് കളിച്ചോണ്ടിരിക്കാൻ അങ്കിൾ. ആരുടെ കൂടെയാണ് മോള് കളിക്കുന്നത്? പറ താന്യ. മോളെ പറഞ്ഞേ. മോളെ താന്യ, എന്തിനാണ് എപ്പോഴും മോൾ ബേസ്മെന്റിൽ കളിക്കാൻ പോകുന്നത്? പെട്ടെന്ന് താനിയയുടെ മുഖത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അവളെ ആരോ ബാധിച്ചിരിക്കുന്നത് പോലെ ഒരു ഭാവമാറ്റം. ആ വീട്ടിലാണ് ഞങ്ങളുടെ കുടുംബം മുഴുവൻ കൊല്ലപ്പെട്ടത്. പ്രേതാത്മാക്കളായി ഇപ്പോൾ ഞങ്ങൾ അവിടെയുണ്ട്. പക്ഷേ എന്റെ ഇളയ കുഞ്ഞിന് താനിയെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ താനിയോടൊപ്പം രാത്രി മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇതും കൂടി പറയൂ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം?
ഞാൻ താനെയും ഞങ്ങളുടെ ലോകത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇവളെ ഞാൻ കൊന്നിരിക്കും. ഇത് കേട്ട ഡോക്ടർ ഭയന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. തെറപ്പിക്ക് ശേഷം മകളെ കൊണ്ടുപോകാൻ വന്ന വിക്രമനോട് ഡോക്ടർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. കാര്യങ്ങൾ കേട്ട വിക്രമൻ ഇതൊന്നും വിശ്വസിക്കാൻ തന്നെ പറ്റിയില്ല. നിങ്ങളൊരു ഡോക്ടറാണോ കടമറ്റത്ത് കത്തനാരാണോ? ഈ ഭൂതം പ്രേതമൊന്നും ഒരു ഡോക്ടറുടെ വായിൽ വരേണ്ടതല്ല. നിരാശയോടെ ഇങ്ങനെ പറഞ്ഞ ശേഷം മകളെയും കൊണ്ട് വിക്രം വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം ഒരു ഭയങ്കരമായ സംഭവം നടന്നു. അതിൽ വിക്രമും സുലേഖയും പാടെ തകർന്നുപോയി. ആ സംഭവം നടന്നത് രാത്രി 12 മണിക്കാണ്. ആ വീട്ടിലുള്ള ദുരാത്മാക്കൾ ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കറുത്ത പൂച്ചയുടെ ഭീകരം ശബ്ദം കേട്ട് സുലേഖ ഞെട്ടിയുണർന്നു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ കിടക്കയിൽ താനിയെ കാണുന്നില്ല. പേടിച്ച സുലേഖ വിക്രമിനെ ഉണർത്തി. വിക്രം എഴുന്നേൽക്ക്, മോളെ കാണാനില്ല. എന്തുപറ്റി സുലേഖ? താൻ എവിടെയില്ല വിക്രം. താനിയ ബേസ്മെന്റിൽ എന്തായാലും ഉണ്ടാവും. രണ്ടുപേരും താനിയെ അന്വേഷിച്ച് ബേസ്മെന്റിലേക്ക് ഓടി. ആ ബേസ്മെന്റിൽ അവർ കണ്ട കാഴ്ചയിൽ അവരുടെ രക്തം ഉറഞ്ഞുപോയി. ശില പോലെ അവർ അനങ്ങാതെ നിന്നു. ഒരു ദുരാത്മാവ് താനിയെ കയ്യിലെടുത്ത് നൃത്തം ചെയ്തുകൊണ്ടിരുന്നതാണ് അവർ കണ്ടത്. ആ പ്രേതത്തിന്റെ ഭയാനകമായ മുഖം കണ്ട വിക്രമിന് മനസ്സിലായി ആ സ്ത്രീ ആ ഫോട്ടോയിലുള്ള പെണ്ണാണെന്ന്. ധൈര്യം സംഭരിച്ച് വിക്രം ഇങ്ങനെ പറഞ്ഞു, നോക്കൂ, ഈ വീട് വാങ്ങി ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പൊറുക്കണം. ഞങ്ങൾ ഉടനെ തന്നെ ഈ വീട് ഗാലി ചെയ്ത് പോയിക്കോളാം. പക്ഷേ പ്ലീസ് ഞങ്ങളുടെ മോളെ ഒന്നും ചെയ്യരുത്. വല്ലാതെ വൈകിപ്പോയി. ഇനി പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. എന്റെ മോന്റെ കൂട്ടുകാരിയാണിപ്പോൾ നിന്റെ മോള്. അവളെ കൊന്ന് അവളെ ഞങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോയി എന്റെ മോന് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. മനുഷ്യർക്ക് ഞങ്ങളെ തടയാൻ പറ്റില്ല. പറയൂ, എന്തിനാണ് നീ അങ്ങനെ ചെയ്യുന്നത്? കാരണം കേൾക്കണോ? എന്റെ കാമുകൻ എന്നെ ചതിച്ചു. അവന്റെ കുട്ടി എന്റെ വയറ്റിലുണ്ടായിരുന്നു. എന്നെ വിവാഹം കഴിക്കാതെ അവൻ ഓടിപ്പോയി. എന്റെ കല്യാണം നടന്നില്ല. രഹസ്യം പുറത്തറിയാതിരിക്കാൻ അവൻ എന്നെ കൊന്നു. അന്നു മുതൽ പ്രേതാത്മാവായി ഞങ്ങൾ ഇവിടെ തിരിയുന്നു. എന്നെ കൊന്നവനോട് പ്രതികാരം തീർക്കാത്തത് വരയ്ക്കും ഈ വീട്ടിൽ ആരെയും ഞാൻ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ല. പ്രേതത്തിന്റെ വാക്കുകളിൽ നിന്നും വിക്രമിന് മനസ്സിലായി, തന്റെ മോളെ രക്ഷിക്കണമെങ്കിൽ ആ ദുരാത്മാവിന് ശാന്തി ലഭിക്കണമെന്ന്. വിക്രം പെട്ടെന്ന് തന്നെ തനിക്ക് വീട് വിറ്റ ബ്രോക്കറെ ഫോണിൽ വിളിച്ചു. ഹലോ ദീപക്, നിങ്ങളുടെ ബേസ്മെന്റിൽ നിന്ന് എനിക്കൊരു പെട്ടി കിട്ടി. അതിൽ ഫുൾ സ്വർണമാണ്. ഈ നിധി നിങ്ങളുടെയാണോ? നിങ്ങളുടെയാണെങ്കിൽ വേഗം ഒന്ന് എടുത്തോളൂ കേട്ടോ. സ്വർണമെന്ന് കേട്ടപ്പോ തന്നെ ആർത്തി മൂത്ത ദീപക് വരാമെന്ന് സമ്മതിച്ചു. സ്വർണപ്പെട്ടി സ്വന്തമാക്കാനായി ഒട്ടും താമസിക്കാതെ തന്നെ ദീപക് വേഗം വിക്രമിന്റെ വീട്ടിലേക്ക് എത്തി. ഇവിടെ ആരില്ലേ? വിക്രം ചേട്ടാ, ഞാനിവിടെ എത്തിയെന്നേ. ഹൈ, എവിടെയാ എല്ലാരും? അങ്ങനെയെങ്കിൽ ബേസ്മെന്റിലായിരിക്കും. പക്ഷെ ഈ ബേസ്മെന്റ്, എന്റെ ഗർഭിണിയായ കാമുകിയുടെ ശവശരീരം ഞാൻ അവിടെയാണല്ലോ ഒളിപ്പിച്ചു വെച്ചത്. ഓ, ഈ ചത്തുപോയവരെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ വേഗം പോയി ആ സ്വർണത്തിന്റെ പെട്ടി എടുത്തിട്ട് വരട്ടെ. സ്വർണം കിട്ടാനുള്ള ആർത്തി കൊണ്ട് ദീപക് ബേസ്മെന്റിൽ പറന്നെത്തി. അവിടെ വിക്രം ഒരു പെട്ടിയുമായി നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം ചേട്ടാ, അത് എന്റെതാണ്, തന്നേക്കൂ. വിക്രം പെട്ടിയുമായി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ആ ബേസ്മെന്റിലെ ഡോറ് തനിയെ അടഞ്ഞു. വാതിലിനരികിൽ പെട്ടെന്ന് തന്നെ ദീപകിന്റെ കാമുകിയുടെ കുടുംബം പ്രത്യക്ഷപ്പെട്ടു. പ്രേതങ്ങളെ കണ്ട ദീപക് പേടിച്ചു. ആരാണ് നിങ്ങൾ? ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത്? എന്നെ നിനക്ക് ഓർമ്മയില്ലടാ അത്തണ്ടി. എന്നെ ചതിച്ച് കൊന്നവനാണ് നീ. നോക്ക്, നീ പ്രേതമായ? അതെ, മറ്റുള്ളവർക്ക് ഞാൻ പ്രേതമാണ്, പക്ഷേ നിന്റെ കാലനാണടാ. പറ, ഞങ്ങളേക്ക് എന്തിനാടാ നീ കൊന്നത്? നീ ശാന്തിയുടെ അച്ഛനല്ലേ? ഞാനും ശാന്തിയും പ്രേമത്തിലായിരുന്നു. പക്ഷെ നീ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ശാന്തിയോട് എന്റെ ഒപ്പം ഇറങ്ങി വരാൻ പറഞ്ഞാണ്, പക്ഷെ അവൾ സമ്മതിച്ചില്ല. ആ നിരാശയും ദേഷ്യവും കൊണ്ടാണ് ഞാൻ കൊന്നത്.
നീ എന്നെ ഗർഭിണിയാക്കിയ ശേഷം ശാന്തിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു അല്ലടാ? അതുകൊണ്ടല്ലേ നീ എന്നെ കൊന്നത്? അന്ന് നിനക്ക് എന്നെയും കിട്ടിയില്ല, ശാന്തിയെയും കിട്ടിയില്ല. പക്ഷെ ഇന്ന് നിനക്ക് മരണം കിട്ടും, ഉറപ്പ്. ഇത്രയും പറഞ്ഞ ശേഷം ആ പ്രേതം ദീപകിനെ കൊന്നു. വിക്രം എനിക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരമൊരുക്കി എന്റെ ആത്മാവിന് ശാന്തി നൽകി. നിന്റെ മകളെ ഞാൻ നിനക്ക് തന്നെ തരുന്നു. ഇനി നീ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എല്ലാവരും ഈ വീട് വിടുന്നു. ഓരോ പ്രേതങ്ങളായി അവർ അപ്രത്യക്ഷമായി തുടങ്ങി. അതിനുശേഷം വിക്രമും സുലേഖയും താനെയും ആ വീട്ടിൽ സന്തോഷമായി ജീവിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.